എൻ്റെ പൊന്നിൻ്റെ ചിരി, വേദന എടുക്കുമ്പോൾ എന്നെ നോക്കിയിട്ടുള്ളൊരു ചിരി എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ ലേബർ റൂമിൽ NICUലൊക്കെ ആയിരുന്നു എൻ്റെ ഡ്യൂട്ടി. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത്. അതും കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടികൾ. അതും കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ പൊന്നുണ്ടാവണത്. കുട്ടികളുണ്ടാവാതിരിക്കുമ്പോൾ എല്ലാവരും പറയും NICUൽ ഡ്യൂട്ടി ഉള്ളവർക്കൊന്നും കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കുറേ കുട്ടികൾ ഈ കൈ കൊണ്ട് മാക്സിമം നമ്മൾ മക്കളെയൊക്കെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പുണ്യം കിട്ടും, എനിക്ക് ഉറപ്പാണ്. എൻ്റെ മോൻ രക്ഷപ്പെടും. പക്ഷെ എല്ലാത്തിനും പൈസയാണ് വേണ്ടത്. എവിടെ പോയാലും നമുക്ക് ഫ്രീ ചികിത്സ ഒന്നുമില്ല, എല്ലാം പൈസ വേണം. പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മോൻ്റെ ചികിത്സ മുടങ്ങരുതെന്ന് ആഗ്രഹിക്കണം. ഞാൻ ഏതറ്റം വരുമ്പോൾ ആരോടും തെണ്ടും ഞാൻ എൻ്റെ പൊന്നിന് വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ പൊന്നിന് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണേ എല്ലാവരും. എനിക്കിങ്ങനെയൊക്കെ പറയാനേ അറിയാൻ പാടുള്ളൂ. പൊന്നെ പൊന്നസേ, എൻ്റെ മോൻ്റെ കിടപ്പുണ്ട്, എനിക്ക് സഹിക്കും. എങ്ങനെയെങ്കിലും എൻ്റെ മോനൊന്ന് രക്ഷപ്പെടുത്തണം. കഴിയാവുന്നത് പോലെ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. മാരകമായ കോർപ്പസ് കല്ലോസം ഏജനസിസ് ഓൺസെറ്റ് എപ്പിലെപ്സി എന്ന് പറയുന്ന മാരക രോഗം ബാധിച്ച് ഇന്ന് ചികിത്സിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഈ കുടുംബം വേദനയോടുകൂടി ഈ ലോകത്തിന്റെ സഹായം ചോദിച്ചു വന്ന വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ. കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞു മാലാക ഇന്ന് അനുഭവിക്കുന്ന വേദന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളടക്കമുള്ള നന്മയാർന്ന ലോകം ഒരാളും തന്നെ കാണാതെ പോകരുത്. നമുക്കൊക്കെ മക്കളില്ലേ പ്രിയമുള്ളവരെ? നമ്മളൊക്കെ മക്കളോടൊപ്പം കളിക്കുമ്പം ചിരിക്കുമ്പം തമാശകൾ പറയുമ്പോൾ അവരുടെ തമാശകൾക്ക് നമ്മൾ കൂട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഈ ഒരു പൊന്നുമോൻ അനുഭവിക്കുന്ന വേദന, ഈ അമ്മയുടെ മടിയിൽ കടന്ന് വേദന സഹിച്ച് കഴിയുന്ന ഒരു കാഴ്ച കാണുന്ന ഈ മാതാവിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. ഈ മാതാവ് അനുഭവിക്കുന്ന സങ്കടം നിങ്ങൾ കാണാതെ പോകരുത്. ആ പൊന്നുമോനൊന്ന് എണീച്ചിരുന്ന് തന്റെ മടിയിലൊന്ന് സമാധാനമായിരുന്ന് അമ്മേ എന്നൊരു വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാവിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുത്. മക്കളെ സ്നേഹിക്കുന്ന, മക്കളോട് കരുണ കാണിക്കുന്ന, മക്കളെ നെഞ്ചോട് ചേർക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ആരും തന്നെ ഈ പൊന്നുമോന്റെ പ്രയാസം കാണാതെ പോകരുത് കേട്ടോ. എത്രയും പെട്ടെന്ന് വെല്ലൂര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ട്രീറ്റ്മെന്റ് ഈ പൊന്നുമോന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണം കണ്ടെത്തണം. അതിന് നിങ്ങളുടെയൊക്കെ ഒരു 10 രൂപ, നിങ്ങളുടെയൊക്കെ കഴിയുന്ന ഒരു സഹായം ഈ പൊന്നുമോന് വേണ്ടി നൽകണം. എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും കാണാതെ പോകരുത്. എറണാകുളം ജില്ലയിലെ ചെല്ലാനം മാളികപ്പറമ്പ് താമസിക്കുന്ന സുനിൽ ശ്രീജ ദമ്പതികളുടെ ജഗത് കൃഷ്ണ എന്ന 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോന് ഒരു 10 രൂപയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതെങ്കിൽ ആ 10 രൂപ നിങ്ങൾ ഈ പ്രിയപ്പെട്ട ഈ പൊന്നുമോന് വേണ്ടി, ഈ അമ്മയ്ക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി. വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സുനിൽ ശ്രീജയുടെ കുഞ്ഞ് ജഗത് കൃഷ്ണയുടെ വളരെ ഞങ്ങൾക്ക് ആർക്കും ഒട്ടും മനസ്സിലാകാത്ത ഒരു അപരിചിത രോഗാവസ്ഥയിൽ ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടും സൗഖ്യത്തിലേക്ക് എത്താൻ പറ്റാത്ത ഈ പ്രത്യേക കേസിൽ ജീവൻ്റെ അമൂല്യമായ വില മനസ്സിലാക്കുന്ന ഒരു കൂട്ടായ്മ. ഈ കുഞ്ഞിൻ്റെ അസുഖം മാറ്റിയെടുത്ത് കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് ഞങ്ങൾ സന്നദ്ധരായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ഭീമമായ ചെലവ് വരുന്നതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം വെല്ലൂർ CMCയിലേക്ക് കൊണ്ടുപോകണമെന്നതാണ്. ഒത്തിരി ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു ചികിത്സയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ബുദ്ധിമുട്ടുവാനായിട്ട് ഞങ്ങളാലാവുന്നത് പോലെ ഫണ്ട് സമാഹരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഷൺമുഖൻ. ഞാൻ KPMS ശാഖാ പ്രസിഡന്റ് സുനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കുണ്ടായ ഈ മാരകമായ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടി ചെല്ലാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മേഖല എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളാണ് കൂടുതൽ.
ഈ 30 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ടാണ്. ആ എമൗണ്ട് സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ നാടൊന്ന് ഒരുമിച്ച് നിന്നാൽ, നമ്മളൊന്ന് കൈകോർത്ത് പിടിച്ചാൽ ആ പെഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയും. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളിയായ സുനിൽകുമാർ, ശ്രീജ ദമ്പതികളുടെ മകനായ ജഗത് കൃഷ്ണ എന്ന 2 വയസ്സുള്ള മോൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. ആ മോഹന് ജന്മനാ തന്നെ തലച്ചോർ സംബന്ധമായ അസുഖത്താൽ പല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ലക്ഷങ്ങൾ ഇതിനോടകം തന്നെ അവർക്ക് ചിലവായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ഇതിനോടകം തന്നെ പല സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ആ മോൻ്റെ ചികിത്സ നടത്തിയത്. ആ മോന് സാധാരണഗതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വലിയൊരു CMC ഹോസ്പിറ്റലിൽ പോയാലേ നടക്കുള്ളെന്നാണ് ഇതിനോടകം ചികിത്സിച്ച ഡോക്ടർമാരുടെ അഭിപ്രായം. അതിനെ ചികിത്സിക്കാൻ സാമ്പത്തികമായിട്ട് അവരുടെ കയ്യിൽ പണമില്ല. നല്ലവരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിനോട് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി VS പൊടിയൻ. നമ്മളിപ്പോൾ ഇവിടെ കൂടിയത് നമ്മളുടെ സുഹൃത്തായ ശ്രീ സുനിലിൻ്റെയും ശ്രീജയുടെയും കുട്ടിയായ കൃഷ്ണയുടെ ചികിത്സാ സഹായത്തിനാണ്. നമ്മൾക്കറിയാം, ചെല്ലാനം എന്ന് പറയുന്നതൊരു പൂർണ്ണമായൊരു മത്സ്യ ഗ്രാമമാണ്. തീർച്ചയായിട്ടും മത്സ്യബന്ധനം കൊണ്ട് മാത്രം ഉപജീവനം കഴിയുന്ന ഒരു ഗ്രാമമാണ് തെക്കേ ചെല്ലാനം. അത്തരത്തിലുള്ളൊരു ഗ്രാമങ്ങളിൽ ഇത്രയും വലിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഒത്തിരി പേരുടെ ചികിത്സാ സഹായം നേരിട്ടുള്ള നമ്മളുടെ സമൂഹം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമൂഹം ഒരുപാട് കുട്ടികളെ ഒരുപാട് ചികിത്സാ സഹായം നടത്തിയിട്ടുള്ള നമ്മൾ ഈ കുട്ടിയുടെ ഇപ്പോൾ വരാൻ ഇരിക്കുന്ന ഈ ചികിത്സാ സഹായം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഇനിയും ആ കുട്ടിയെ നല്ല രീതിയിലുള്ള ചികിത്സ നടത്തി അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മളുടെ സമൂഹത്തിന്, കേരള സമൂഹത്തിന് മനുഷ്യസ്നേഹികളുടെയും സഹായവും സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VB രഘുവാണ്. നമ്മുടെ സുനിലിൻ്റെയും ശ്രീജയുടെയും പുത്രനായ ജഗത് കൃഷ്ണ മോൻ്റെ അസുഖം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അസുഖമാണ് ആ മോനെ. പ്രിയമുള്ളവരെ, ജഗത് കൃഷ്ണ എന്ന് പറയുന്ന കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു നാട് ഒരുമിച്ച്, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒക്കെ മറന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നന്മയാർന്ന പ്രവാസികളടക്കമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. നിങ്ങളുടെ ഫേസ്ബുക്ക്, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു 10 രൂപ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം നിങ്ങൾ ഈ പൊന്നുമോന് വേണ്ടി നൽകണം. വലിയ തരത്തിൽ പ്രയാസം അനുഭവിച്ച് ഇന്നിങ്ങനെ കിടക്കുമ്പോൾ ഇത് കാണുന്ന നമ്മളല്ലാതെ ആ പൊന്നുമോനെ ചേർത്ത് പിടിക്കാനില്ല. ഈ നാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്സ്യ തൊഴിലാളികളുടെ ഒരു നാടാണ്. മത്സ്യബന്ധനത്തിന് പോയിട്ട് ജീവിതമാർഗം മുന്നോട്ട് നയിക്കുന്ന ഒരു നാടാണ്. ഇവർക്ക് ഇത്രയും വലിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ ഒരു പണം എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഇന്ന് ഈ പൊന്നുമോൻ മാരകമായിട്ടുള്ള ഒരു അസുഖം പിടിപെട്ട് ഇന്ന് ചികിത്സിക്കാൻ വെല്ലൂർ CMC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ 30 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നിങ്ങളൊരു വോയിസ് ഈ പൊന്നുമോന് വേണ്ടി, ഈ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങളൊന്ന് നൽകി നിങ്ങൾ സഹായിക്കാൻ പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.